മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക് എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. ദൈവദൂതനോടു നാദ അടിമയെന്നിതം ചൊന്ന ദൈവജനനിയെ, ചൊന്ന ദൈവജനനിയെ, ചൊന്ന ദൈവജനനിയെ. തകർക്കും നിഗളമൊക്കെ ദൈവമിങ്ങനെ റൂഹ നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥതയ്ക്ക് മുൻപിൽ കരങ്ങൾ കൂപ്പി നമുക്കായിരിക്കാം. നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന എളിമയെന്ന വലിയൊരു പുണ്യം കർത്താവെ ഞങ്ങളിലേക്ക് നീ ചൊരിയണമേ. ഞങ്ങളുടെ അഹംഭാവവും ഞാനെന്ന ഭാവവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എളിമയുടെ തലത്തിലേക്ക്, വിനയത്തിൻ്റെ തലത്തിലേക്ക്, സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും സഹനങ്ങളെയും എല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കൃപയിലേക്കും നന്മയിലേക്കും ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്കും നയിക്കുമെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, പ്രിയമാതാവേ, മക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗാനത്തിൽ ഞങ്ങൾ പാടി പ്രാർത്ഥിച്ചതുപോലെ എളിമയെന്ന വലിയൊരു പുണ്യം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കുവാനായിട്ട് ദൈവകൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ തമ്പുരാൻ്റെ വചനങ്ങൾക്കായി കാതോർക്കാം. യേശയ്യാ പ്രവചനം 30-ാം അധ്യായം 20-ാം തിരുവചനം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിമല സങ്കേതം 14-ാം ദിനത്തിലെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഏറ്റവും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ കുറവുകളെ, ബലഹീനതകളെക്കുറിച്ച് നാം ഈ ദിനങ്ങളിൽ ധ്യാനിക്കുകയും ആ ബലഹീനതകളിലും കുറവുകളിലും പോരായ്മകളിലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ എങ്ങനെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുമാണ് ഈ ദിനങ്ങളിൽ നാം ധ്യാനിച്ചു പോകുന്നത്. ഏതാണ്ട് പകുതിയോളം അടുക്കുന്ന വിമല സങ്കേത ശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടല്ലോ. യാതൊരു കാരണവശാലും ആരും മാറി നിന്നേക്കല്ലോ. കർത്താവിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും തീർച്ചയായും. അപ്പോൾ നമ്മൾ അല്പമൊക്കെ ത്യാഗം ഉണ്ടാകും, ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. എങ്കിലും എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ത്യാഗവും ബുദ്ധിമുട്ടും ഒക്കെ തമ്പുരാൻ്റെ മഹത്വം ജീവിതത്തിൽ പ്രകടമാകുന്നതിന് വേണ്ടി കാഴ്ചവെച്ച് സമർപ്പിക്കുകയാണെന്ന്. പക്ഷെ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾക്ക് എഴുതി അയക്കുക കേട്ടോ. ഈ ദിനങ്ങളിലൊക്കെ ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ദിവികാരുണ്യ ആരാധനയിൽ അതെല്ലാം പറയാൻ പറ്റുന്നില്ല എങ്കിലും എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ശലോം കൂട്ടായ്മയിലെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ
നിങ്ങളുടെ നിയോഗങ്ങൾ തീർച്ചയായും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു കൂട്ടായ്മയിലാണ് പ്രാർത്ഥിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഒത്തിരി ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒത്തിരി ദൈവാനുഗ്രഹം ഈശോ പകർന്നു നൽകുന്നുണ്ട്. അപ്പം നമുക്കും ഏറ്റവും തീക്ഷ്ണതയോടെ, ഭക്തിയോടെ, ശ്രദ്ധയോടെ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് ചേർത്ത് വെക്കണം. നമ്മുടെ ഈ ലിങ്കൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം വലിയൊരു ഉത്സാഹം, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള, എൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാവരും ദൈവകൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സ്വന്തമാക്കണമെന്ന വലിയൊരു തീഷ്ണത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ വചനഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 20-ാം തിരുവചനം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലും സങ്കടങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. സങ്കീർത്തന പുസ്തകം 55-ന്റെ 22-ാം തിരുവചനത്തിലൂടെ തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം നമ്മുടെ സഹനങ്ങളിലും വേദനകളിലും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മളെ ഓരോരുത്തരെയും ആ സഹനങ്ങളെ അതിജീവിക്കുവാൻ കരുത്തു നൽകി ശക്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് വചനത്തിലൂടെ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം. നല്ല ഇടയനെക്കുറിച്ച് പറയുന്ന മനോഹരമായ തമ്പുരാൻ്റെ വചനങ്ങൾ. ഇതിൽ 10-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം ഇങ്ങനെയാണ്: ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ബോബി ജോസ് കട്ടിക്കാടച്ചൻ എഴുതിയ ഒരു ചിന്തയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. വൈകല്യമുള്ള കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു കൊച്ചു കഥയാണത്. ആ കഥയിൽ ഇങ്ങനെയാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഒരു ആട്ടിൻകൂട്ടത്തിൽ വൈകല്യമുള്ള ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. ഈ കുഞ്ഞാടിൻ്റെ കാലിന് ഒരു ചട്ടുണ്ടായിരുന്നു. കാലിന് ചട്ട് മുടന്തുള്ളത് കൊണ്ട് കുഞ്ഞാടിന് മറ്റാടുകളെ പോലെ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഈ ആടുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് പോകുമ്പോൾ ഈ കുഞ്ഞാട് എപ്പോഴും പുറകിലായിരിക്കും, ഏറ്റവും പുറകിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയൻ തൻ്റെ വടി കൊണ്ട് ഈ ആടിനെ ഇങ്ങനെ മെല്ലെ ഒന്ന് അടിക്കും. അപ്പോൾ കുഞ്ഞാടിൻ്റെ ഒന്നാമത്തെ സങ്കടം ഇതാണ്, തൻ്റെ ഇടയന് തന്നോട് സ്നേഹമില്ല, അതുകൊണ്ടാണ് തന്നെ അടിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രണ്ടാമത്തെ സങ്കടം, മറ്റു കുഞ്ഞാടുകളൊക്കെ കൂട്ടം കൂടി ആടുകളൊക്കെ കളിക്കണ നേരത്ത്, നിങ്ങൾ ഓർക്ക് എന്ത് കളിയാണ് കളിക്കണമെന്നല്ലേ ആ കഥയിൽ ചോദ്യമില്ല. കുഞ്ഞാടുകൾ കളിക്കണ നേരത്ത് ഈ കുഞ്ഞാടിനെ അവർ ടീമിൽ കൂട്ടില്ല, കാരണം ആ ടീം തോറ്റുപോകും. കുഞ്ഞാടിൻ്റെ മൂന്നാമത്തെ സങ്കടം ഇതാണ്, കുഞ്ഞാടുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പുല്ലിൻ്റെ കതിർനാമ്പ, ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് അല്ലേ, മുളച്ച് വരുന്ന കതിർനാമ്പിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞാട് എത്തുമ്പോഴേക്കും അതെല്ലാം മറ്റാടുകൾ തിന്നിരിക്കും. അപ്പോൾ കുഞ്ഞാടിൻ്റെ 3 സങ്കടങ്ങൾ: ഇടയന് തന്നോട് സ്നേഹമില്ല, തൻ്റെ കൂട്ടുകാർ തന്നെ ഒറ്റപ്പെടുത്തുന്നു, തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാട് ഒരിക്കൽ കേട്ടു, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരെല്ലാം നിന്നെ മറന്നാലും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ കടന്നു ചെന്നാൽ നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും സന്തോഷവും ഒക്കെ അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കും. കുഞ്ഞാട് കേട്ടു. അങ്ങനെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കുഞ്ഞാട് പോവുകയാണ്. ഒരു ദിവസം രാത്രി ആലയിൽ മറ്റാടുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇടയനറിയാതെ ഈ കുഞ്ഞാട് മെല്ലെ ആലയിൽ നിന്നിറങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ജെറുസലേം ദേവാലയം ലക്ഷ്യമാക്കി കുഞ്ഞാട് പോവുകയാണ്. തൻ്റെ ജീവിതത്തെ ബലിയായി ദൈവത്തിന് അർപ്പിച്ചാൽ ദൈവം തൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്നുള്ള ചിന്തയിൽ ജെറുസലേം ദേവാലയം ലക്ഷ്യമാക്കി കുഞ്ഞാട് നീങ്ങി.
ഇതാ ജെറുസലേം ദേവാലയത്തിൽ പ്രഭാതത്തിലെത്തി. ഒത്തിരി ആടുകൾ കൂട്ടമായി നിൽക്കുന്നു. ഈ കുഞ്ഞാടും ആ ആടുകളുടെ കൂട്ടത്തിൻ്റെ ഭാഗമായി. സമയം മുന്നോട്ട് നീങ്ങി ആടുകളെ ബലിയർപ്പിക്കുവാനുള്ള സമയമാവുകയാണ്. ആടുകളെ ബലിയർപ്പിക്കുന്നതിന് മുൻപ് ബലിയർപ്പിക്കുവാനുള്ള ആടുകളെ പരിശോധിക്കും. ആ പരിശോധനയിൽ ഈ കുഞ്ഞാടിൻ്റെ കാലിനൊരു ചട്ടുണ്ട്, മുടന്തുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ പറയുകയാണ്: മുടന്തുള്ളതിനെ, കുറവുകളുള്ളതിനെ, ന്യൂനതകളുള്ളതിനെ ദൈവത്തിന് ബലിയായി സമർപ്പിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞാടിൻ്റെ സങ്കടം പറയാൻ പറ്റാത്ത വിധത്തിലായി. കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുകയാണ്. തൻ്റെ ഇടയന്, തൻ്റെ കൂട്ടുകാർക്ക് ആർക്കും തന്നെ ഇഷ്ടമില്ല. ഇതാ തൻ്റെ ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് ഇതാ കുഞ്ഞാട് ജെറുസലേം ദേവാലയത്തിൻ്റെ പടികളിറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. സങ്കടത്തിൻ്റെ കണ്ണുനീരാൽ താഴേക്കിറങ്ങുന്ന കുഞ്ഞാടിൻ്റെ മുൻപിൽ ഈശോ വന്ന് നിന്നു. കുഞ്ഞാടിനോടൊന്നും ചോദിക്കുന്നില്ല. കുഞ്ഞാടിൻ്റെ സങ്കടങ്ങളുടെ കാരണം ഈശോയ്ക്കറിയാം. ഈശോ ഇതാ ഈ കുഞ്ഞാടിനെ എടുത്ത് തൻ്റെ തോളിലേക്ക് ഇടുകയാണ്. കഥ ഇങ്ങനെ അവസാനിക്കുന്നു. ഇതാ ബലഹീനതകളുള്ള, കുറവുകളുള്ള, പോരായ്മകളുള്ള, ന്യൂനതകളുള്ള കുഞ്ഞാടിനെ തമ്പുരാൻ തൻ്റെ തോളിലെടുത്ത് സ്നേഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു കുറവുണ്ടാകുമ്പോൾ, നിനക്കൊരു സഹനമുണ്ടാകുമ്പോൾ, നിനക്കൊരു സങ്കടമുണ്ടാകുമ്പോൾ നിൻ്റെ ദൈവം അകലത്തേക്ക് മാറി നിൽക്കുന്നവനല്ല, മറിച്ച് നിന്നെ തോളിലെടുത്ത് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നിൻ്റെ സങ്കടങ്ങളിൽ, കണ്ണുനീരിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ അവനോടൊപ്പമായിരുന്നു കൊണ്ട് അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാടിനെ തോളിലെടുത്ത് ഇതാ നല്ല ഇടയൻ മുന്നോട്ട് പോവുകയാണ്. നാം കാണുന്നില്ലേ നല്ല ഇടയൻ്റെ ചിത്രത്തിൽ തോളിൽ കിടക്കുന്ന കുഞ്ഞാട് ഞാനും നിങ്ങളുമാത്. ജീവിതത്തിൻ്റെ സഹനങ്ങളും സങ്കടങ്ങളുമായി മുന്നേറുമ്പോൾ ആരും എന്നെ പരിഗണിക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്തേ ദൈവമേ എന്നോട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പരിതപിക്കുന്ന അവസ്ഥയിൽ തമ്പുരാൻ പറയുക: പ്രിയമകനെ, പ്രിയമകളെ, നിൻ്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക. സങ്കീർത്തനം 55:22, നിൻ്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. കാരണം ഞാൻ നല്ല ഇടയന, നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ, ജീവിതത്തെ അർപ്പിച്ച് നിന്നെ സ്നേഹിക്കുന്ന നല്ല ഇടയന. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട് എന്നത് മാറ്റിവെക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. ഒരുപക്ഷെ ഞാനത് മറ്റൊരാളോട് പറയുമ്പോൾ അതത്ര ഗൗനിച്ചോണമെന്നില്ല. പക്ഷേ എൻ്റെ കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, സിസ്റ്ററെ ഒരു സ്റ്റിച്ച് ഇട്ടേക്ക്, ഒരു TT എടുത്ത് വിട്ടേക്ക്. കാരണം ഇതിനേക്കാൾ 4 ഇരട്ടി മുറിവുകൾ കാണുന്ന ഡോക്ടറിന് എൻ്റെ മുറിവ് വലുതല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ മുറിവ്, ഞാൻ കടന്നു പോകുന്ന അവസ്ഥ, അതൊരേതു മനുഷ്യനും അവൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥ അവനെ സംബന്ധിച്ച് വലിയ സഹനമാണ്, വലിയ സങ്കടങ്ങളാണ്. മറ്റുള്ളവർക്ക് അതൊരു പക്ഷേ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പ്രിയമുള്ളവരെ, ഈ അവസ്ഥയിൽ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പോട്ടാശ്രമത്തിലായിരിക്കുമ്പോൾ ചേച്ചിയുടെ പിള്ളേർ പരീക്ഷയുടെ സമയങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട്. പരീക്ഷയുടെ സമയങ്ങളിൽ മാത്രമല്ല കേട്ടോ, പരീക്ഷയുടെ സമയത്ത് പ്രത്യേകിച്ച് അങ്കിളെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വിളിക്കും. ചേച്ചിയുടെ മൂത്ത വെച്ച് അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾ വിളിക്കും, അങ്കിളെ നാളെ തൊട്ട് പരീക്ഷ തുടങ്ങുകയാണ്, ഇന്ന വിഷയങ്ങളുണ്ട്, ഇന്നത് ഇച്ചിരി ടഫാണ്, 50-ൽ 49 മാർക്ക് കിട്ടിയാൽ 1 മാർക്കിനെ ഓർത്ത് സങ്കടപ്പെടുന്ന കുഞ്ഞാണ്. അപ്പം ഞാൻ പറയും, കൊച്ച് പ്രാർത്ഥിച്ചോ, അങ്കിൾ പ്രാർത്ഥിക്കാം, മിടുക്കിയായിട്ട് പരീക്ഷ എഴുതിക്കോ. ഞാനൊരു 2-3 വചനമൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തൊട്ട് പുറകിൽ അനിയത്തി 2ാമത്തവൾ നിൽപ്പുണ്ടാവും. അവൾ ഫോൺ വാങ്ങും. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തി 2ാമത്തവൾ, അവൾ പറയും, മകളെ നാളെ ഇന്ന പരീക്ഷകളാണ്, ഇന്ന വിഷയങ്ങളുണ്ട്, ഞാൻ പഠിച്ചിട്ട് മറന്നു പോവുകയാണ്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. മുൻപ് പറഞ്ഞ എല്ലാ വചനവും ആവർത്തിക്കും, കാരണം അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ പ്രാർത്ഥിച്ചു എന്ന് അവൾ പറയും. അപ്പം അങ്ങനെ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിയുമ്പോൾ മൂത്തവൾ പെട്ടെന്ന് ഫോൺ വാങ്ങും. അവൾ പറയും, മകളെ അവൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കണത്, അവൾക്ക് കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, പക്ഷേ ഞാൻ 7ാം ക്ലാസ്സിലാണ്, എനിക്കൊത്തിരി പഠിക്കാനുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് 6ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ എളുപ്പമാണ്, 7ാം ക്ലാസ്സിൽ ഇതാണ് ബുദ്ധിമുട്ട്.
4 പഠിക്കുന്ന കൊച്ചിന് 3 വരെയുള്ളത് എളുപ്പമാണ്, 4ാം ക്ലാസ്സിലെ ബുദ്ധിമുട്ട്. പ്രിയമുള്ളവരെ, കടന്നു പോകുന്ന ജീവിതാവസ്ഥ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമാണ്. ചിലപ്പോൾ സഹനങ്ങളാണെങ്കിൽ അത് വേദനാജനകമായിരിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നിനക്ക് താങ്ങാനാവുന്നതിൽ കൂടുതൽ ഭാരം ഒരിക്കലും നിൻ്റെ ദൈവം നിൻ്റെ ചുമലിൽ വെച്ചു തരില്ല. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ തമ്പുരാൻ്റെ പക്കലേക്ക് കടന്നു വരുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനുമായി ദൈവമൊരുക്കുന്ന വഴികളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരിക്കലും എൻ്റെ ശക്തിക്ക് അതീതമായ, എൻ്റെ ബുദ്ധിക്ക് അതീതമായ, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഹനങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ ദൈവം ഒരിക്കലും തരികയില്ല എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിലുണ്ടായൊരു കൊച്ചനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ദിനത്തിൽ സൂചിപ്പിച്ചതുപോലെ മലബാറിൽ താമരശ്ശേരിയിലെ വീട്. അപ്പോൾ വീട്ടിൽ കുഞ്ഞുനാളിൽ ഞങ്ങളായിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളെയൊക്കെ പോലെ തന്നെ വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഞങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. വീട്ടിലെ പണികളിൽ സഹായിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളതുപോലെ ഞങ്ങളും കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യണം. ഈ ജോലികൾ ചെയ്യുമ്പോൾ ആകെ നമുക്ക് കൂലി കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്നത് വീട്ടിൽ തേങ്ങയിടുമ്പോൾ, പപ്പ തേങ്ങയിടുമ്പോൾ അത് അങ്ങാടി കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അന്ന് അങ്ങാടി നമ്മളെ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ചായക്കടയിലൊക്കെ കയറ്റി നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങിത്തരും. ഇല്ലെങ്കിൽ ഒരു 5 രൂപയോ ഒരു 10 രൂപയൊക്കെ പോക്കറ്റ് മണിയായിട്ട് കിട്ടും. 3-4 മാസത്തിനുള്ളിൽ കിട്ടുന്ന നമ്മുടെ ഒരു കൂലി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അന്ന് എന്നാ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ മുന്നിലുണ്ടാകും. ചേട്ടനും ഞാനും ഒക്കെ മുന്നിലുണ്ടാകും. അപ്പം അങ്ങനെ ഒരിക്കൽ വീട്ടിലിങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഞങ്ങൾ തേങ്ങയൊക്കെ പെറുക്കി കൂട്ടി, പപ്പ തേങ്ങയൊക്കെ പൊതിച്ചു അങ്ങാടിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സമയമാവുകയാണ്. അപ്പം ഞാൻ വളരെ കുഞ്ഞുനാൾ തൊട്ട് വളരെ പൊക്കം കുറവുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇങ്ങനെ മുണ്ടൊക്കെ ഉടുത്താൽ വലിയ ആളായി എന്നുള്ളതാണ്. അപ്പോൾ അമ്മ, നല്ല സ്നേഹനിധിയായ അമ്മ, മക്കളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ കണ്ടറിയുന്ന അമ്മ എവിടെ നിന്നൊക്കെ ഒരു മുണ്ടൊക്കെ വാങ്ങി, അത് എത്ര കീറിയെന്ന് എനിക്കറിയത്തില്ല, സ്റ്റിച്ചൊക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പാകത്തിനൊരു മുണ്ടൊക്കെ ആക്കി. അപ്പോൾ ഈ മുണ്ടൊക്കെ ഉടുത്ത് അങ്ങാടിയിൽ തേങ്ങ കൊണ്ട് കൊടുക്കാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പപ്പയും ചേട്ടായിയൊക്കെ ചിമ്മാടുണ്ടാക്കുന്നുണ്ട്. ഈ തേങ്ങ തലയിൽ വെക്കുമ്പോൾ വാഴയില കൊണ്ടൊക്കെ ചിമ്മാടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അത് കൂട്ടൊന്നുണ്ടാക്കി. അപ്പം ഞാൻ എൻ്റെ ചാക്കിൽ തേങ്ങ എടുത്തിടുകയാണ്. പപ്പയുടെ വലിയ ചാക്ക, സുമാർ ഒരു കണക്ക് ഒരു 100 തേങ്ങ പപ്പയുടെ ചാക്കിലുണ്ടെന്ന് വിചാരിക്കുക. ചേട്ടൻ എന്നേക്കാൾ മിടുക്കനെ, നല്ല ആരോഗ്യമുള്ള ആളാണ്. ചേട്ടൻ്റെ ചാക്കിൽ ഒരു 50-60 തേങ്ങയുണ്ട്. അപ്പം ഞാനൊരു UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചാക്കിൽ ഒരു 10-30 തേങ്ങയൊക്കെ ഞാൻ എൻ്റെ ചാക്കിലെടുത്തിടും. അങ്ങനെ ഈ ചുമ്മാടൊക്കെ കെട്ടി ഞാനിതാ തേങ്ങ എടുത്ത് തലയിലേക്ക് വെക്കാനായിട്ട് വരുമ്പോൾ പപ്പയോ മമ്മിയോ വന്ന് ഈ ചാക്കൊന്ന് പിടിച്ചു നോക്കും. ഈ ചാക്കൊന്ന് പിടിച്ചു നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനൊരു 30 തേങ്ങ ഇട്ടാൽ അതിൽ നിന്ന് 5-10 തേങ്ങ ചിലപ്പോൾ അവരെടുത്ത് മാറ്റും. അപ്പോൾ എനിക്ക് ആകെ സങ്കടം. ഒന്നാമത് നമ്മൾ ചെറുത്, നമ്മളെ വീണ്ടും കൊച്ചാക്കുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തി എന്നൊക്കെ വിചാരിച്ച്, എങ്കിലും നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് 20 ഞാൻ പപ്പയുടെയും ചേട്ടൻ്റെയും ഒപ്പം ഈ തേങ്ങയും എടുത്തുകൊണ്ട് അങ്ങാടിയിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് അങ്ങാടിയിലേക്ക്. ഓരോ കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ തലയിൽ ചെറിയ വേദനയൊക്കെ എടുക്കാൻ തുടങ്ങും. ഈ ഭാരമെടുത്ത് വലിയ ശീലമൊന്നുമില്ല, കുഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർക്കും, ഈ അപ്പനും അമ്മയും ഈ തേങ്ങ എടുത്ത് മാറ്റിയപ്പോൾ ഒരു 3-4 തേങ്ങയും കൂടി എടുത്ത് മാറ്റിയാൽ എനിക്ക് എളുപ്പമായിട്ട് അങ്ങാടി പോകാമായിരുന്നല്ലോ എന്ന്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങാടിയിലെത്തുന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ എല്ലാവരുടെയും ജീവിതത്തിലൊക്കെയുള്ള കൊച്ചു കൊച്ചു അനുഭവങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം, ഞാൻ എൻ്റെ ചാക്കിൽ 30 തേങ്ങ എടുത്തിടുമ്പോൾ അതെൻ്റെ ശിരസിലേക്ക് വയ്ക്കുന്നതിന് മുൻപ് എൻ്റെ അപ്പനോ അമ്മയോ വന്ന് അതൊന്ന് പിടിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അവർക്കറിയാം, എൻ്റെ ശിരസിൽ എന്തോരം താങ്ങാനായിട്ട് കരുത്തുണ്ട് എന്നവർക്കറിയാം. കൂടുതലുള്ളത് അവരെടുത്തു മാറ്റുന്നു. ഏതൊരപ്പനും അമ്മയും ചെയ്യുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ ഓർക്കണം, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ശിരസിൽ താങ്ങാനാവുന്നതിൽ കൂടുതൽ ഭാരം എൻ്റെ ശിരസിൽ വയ്ക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ എൻ്റെ അപ്പനേക്കാൾ,
എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ മാതാപിതാക്കളെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് താങ്ങാനാവുന്നതിൽ കൂടുതൽ ഭാരം ഒരിക്കലും എൻ്റെ ദൈവം എൻ്റെ ശിരസിൽ വെച്ചു തരില്ല എന്ന സത്യമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഇതിനെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം എനിക്ക് താങ്ങാനാവുന്നതിൽ കൂടുതൽ ഭാരം ഒരിക്കലും എൻ്റെ ശിരസിൽ വെച്ചു തരില്ല. എനിക്ക് സഹനങ്ങളുണ്ടാകുമ്പോൾ, എനിക്ക് വേദനകളുണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എന്നെ കൈവെടിയുന്നവനല്ല, മറിച്ച് എന്നെ ചേർത്ത് നിർത്തുന്നവനാ, എന്നെ പരിപാലിക്കുന്നവനാണ് എൻ്റെ ദൈവം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നീ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം നിന്നെ മറന്നു കളഞ്ഞുവെന്ന്. ബൈബിളിൽ ദാനിയേൽ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 38-ാം തിരുവചനത്തിൽ ദാനിയേൽ ഇപ്രകാരം പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്. ദാനിയേൽ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ തിരുവചനം. ദാനിയേൽ പറഞ്ഞു, ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദാനിയേൽ ഇത് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. ദാനിയേൽ ഇതാ സിംഹങ്ങളുടെ നടുവിൽ സിംഹക്കുഴിയിലാണ്. ദാനിയേലിനെ രാജാവിത സിംഹങ്ങൾക്ക് ഭക്ഷണമായി കൊടുത്തിരിക്കുകയാണ്. സിംഹക്കൂട്ടിൽ സിംഹങ്ങളുടെ നടുവിൽ ഇതാ ദാനിയേൽ കിടക്കുന്നു. സിംഹങ്ങളൊന്നും ദാനിയേലിനെ ഉപദ്രവിക്കുന്നില്ല. ദിവസങ്ങളായി സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. ഈ ദാനിയേലിൻ്റെ പക്കലേക്ക് ഇതാ ദാനിയേലിന് വിശക്കുന്നുണ്ട് എന്നറിഞ്ഞ് അവന് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. ദൂതൻ ഹബക്കുക്ക് പ്രവാചകനോട്, വചനം ഇങ്ങനെയാണ്, 14-ാം അധ്യായം ദാനിയേൽ പ്രവചനം 14-ാം അധ്യായത്തിന് 33 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കുവാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടു കൊടുക്കുക. ഹബക്കുക്കിനോട് പറയുകയാണ്, യൂദയായിലുള്ള ഹബക്കുക്കിനോട് പറയുകയാണ്, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടു കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. അപ്പോൾ അത് തൊട്ടടുത്തുള്ള പ്രദേശമല്ല. ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ ഓർക്കണം, അങ്ങ് വിദൂരത്ത് കിടക്കുന്ന ദാനിയേലിന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഹബക്കുക്കിനോട് പറയുമ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിവില്ല എന്ന് ഹബക്കുക്ക് പറയുകയാണ്. പ്രിയമുള്ളവരെ ഓർക്കുക, ദൈവത്തിൻ്റെ ദൂതൻ ഹബക്കുക്ക് പ്രവാചകൻ്റെ മിടിക്കുത്തിന് പിടിച്ച് ഹബക്കുക്കിനെ ദാനിയേലായിരിക്കുന്ന സിംഹക്കുഴിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ഇതാ ഹബക്കുക്കിനെയും എടുത്തുകൊണ്ട് ഇതാ ദൂതൻ പോവുകയാണ്. സിംഹക്കുഴിയുടെ തൊട്ടടുത്തുകൊണ്ട് ഹബക്കുക്കിനെ നിർത്തുമ്പോൾ ഹബക്കുക്ക് പറയുന്നു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. അപ്പോൾ ദാനിയേൽ പറഞ്ഞ മറുപടിയാണ്, ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇത് തന്നെയല്ലേ ജോബിൻ്റെ ജീവിതം? സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ ജോബ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, എല്ലാം ദൈവമഹത്വത്തിന്, എല്ലാം ദൈവഹിതമാണ്. തൻ്റെ സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും രോഗങ്ങളുടെയും നടുവിൽ ദൈവത്തിനെ സ്തുതിക്കുവാൻ പാകത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയാണ്. സഹനങ്ങളിലും ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജോബിൻ്റെ ജീവിതം നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, തമ്പുരാൻ പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സഹനങ്ങളുണ്ടെങ്കിൽ ആ സഹനങ്ങളിൽ അകന്നു നിൽക്കുന്ന, ദൂരെ നിൽക്കുന്ന ഒരു ദൈവമല്ല. ആ സഹനങ്ങളെ അതിജീവിക്കുവാൻ നിനക്ക് കരുത്തു നൽകുന്നവനാണ് നിൻ്റെ ദൈവം. ആ സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുന്നവനാണ് നിൻ്റെ ദൈവം. പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങളാണ് നമ്മുടെ ജീവിതയാത്രയിൽ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈശോ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനം, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. കർത്താവിനെ പിൻചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും.
ആ സഹനങ്ങളാണ് പ്രിയമുള്ളവരെ സ്വർണം എങ്ങനെ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നുവോ അതുപോലെ ദൈവത്തിന് പ്രിയപ്പെട്ടവർ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ദൈവം രക്ഷാകരമാക്കി തീർക്കും. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നായിരുന്നു. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. ഈശോയുടെ ജീവിതത്തെ, ഈശോയുടെ പീഡാസഹനത്തെ, കുരിശുമരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മാനവകുലത്തിന് എനിക്കും നിങ്ങൾക്കും രക്ഷ നൽകിയത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഹനങ്ങളിലൂടെ ആയിരുന്നുവെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്നോട് തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ സഹനങ്ങളെ, നിന്റെ ജീവിതത്തിൻ്റെ രോഗങ്ങളെ, പീഡകളെ, സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തെ രക്ഷയിലേക്ക് നയിച്ചത് തൻ്റെ പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെയാണ് എന്ന് ഈശോ കാണിച്ചു തരുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ, കുറവുകളെ രക്ഷാകരമാക്കി തീർക്കുവാൻ ആ ദൈവത്തിന് സാധിക്കും. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. സഹനത്തിലൂടെ രക്ഷയിലേക്ക് ഞങ്ങളെ നയിച്ച ദൈവമേ, ഞങ്ങളുടെ സഹനങ്ങളിൽ അടിപതറാതെ, സഹനങ്ങളിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. ഇതാ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ സഹനത്തെ അതിജീവിക്കുവാൻ നിനക്ക് കരുത്ത് പകരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും ഇതാ ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെയായി ഒത്തിരി പരാതിപ്പെടുമ്പോഴും ഞങ്ങൾ തിരിച്ചറിയുക, ഞങ്ങളുടെ ഈ സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന്. വിമല സങ്കേതം ശുശ്രൂഷയുടെ ഈ 14-ാം ദിനത്തിൽ കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സഹനങ്ങളെ ഒരു നിയോഗമായിട്ട് നിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. സഹനങ്ങളെ രക്ഷാകരമാക്കുവാനായിട്ട്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങളുടെ സഹനങ്ങളെ കർത്താവെ ഞങ്ങളിതാ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അനേകരുടെ മാനസാന്തരത്തിനായി അവയെ നീ രൂപാന്തരപ്പെടുത്തണമേ. നമ്മുടെ സഹനങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രവൃത്തിയായിട്ട് സാധിക്കുന്ന ഒരു പരോപകാര പ്രവൃത്തി, നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇന്നൊരു നന്മയുടെ പ്രവൃത്തി, അത് ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു നന്മയുടെ പ്രവൃത്തി, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയുടെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് എല്ലാവരും ഇന്ന് പരിശ്രമിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈ പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്നുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വരുന്നുണ്ട്, വരുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. 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 കുരുടന് കാഴ്ച ലഭിച്ചതുപോലെ സൗഖ്യം വരുന്നുണ്ട്. കുരുടനു കാഴ്ച ലഭിച്ചതുപോലെ സൗഖ്യം വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പ്രാർത്ഥനയോടെ അൽത്താരയിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവികാരുണ്യയെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി, നമ്മുടെ സഹനങ്ങളിൽ പ്രത്യാശയായി കൈപിടിച്ച് നടത്തുന്ന ദൈവിക സാന്നിധ്യമായിട്ട് ഇതാ ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന ഈ നിമിഷത്തിൽ ഗാനത്തോട് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദാവീദ് യുദ്ധം ജയിച്ചതുപോലെ വിജയം വരുന്നുണ്ട്. ദാവീദ് യുദ്ധം ജയിച്ചതുപോലെ വിജയം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഒരിക്കൽ കൂടി ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സഹനങ്ങള്, രോഗങ്ങള്, ഞങ്ങളുടെ പരാജയങ്ങള്, സാമ്പത്തികമായിട്ടുള്ള ഞങ്ങളുടെ ഞെരുക്കങ്ങള്, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ദാനിയേലിനെ, സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ അങ്ങ് ഓർമ്മിച്ചപ്പോൾ ദാനിയേൽ പ്രവചനം 14:26 തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചല്ലോ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് മറക്കുകയില്ല. പ്രിയമുള്ളവരെ ഓർക്കുക, നമുക്കൊരു സഹനമുണ്ടാകുമ്പോൾ, ഒരു കുറവുണ്ടാകുമ്പോൾ, ഒരു വീഴ്ചയുണ്ടാകുമ്പോൾ നമ്മളെ കൈവിടിയുന്നവനല്ല നമ്മുടെ ദൈവം. ആ ഒരു ബോധ്യത്തോടെ അടുത്ത വരികളോട് ചേർന്ന് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദാനിയേലിനപ്പം ലഭിച്ചതുപോലെ ആഹാരം വരുന്നുണ്ട്. ദാനിയേലിനപ്പം ലഭിച്ചതുപോലെ ആഹാരം ഒരിക്കൽ കൂടി ദാനിയേലിനപ്പം ലഭിച്ചതുപോലെ ആഹാരം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യെശയ്യാ പ്രവചനം 30-20 തിരുവചനത്തിലൂടെ കർത്താവ് നിന്നോട് അരുളി ചെയ്യുകയാണ്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നോക്കിക്കേ, ജീവിത സഹനങ്ങളുടെ നടുവിലും നിന്നെ കൈവിടുകയില്ല. നിന്റെ ഗുരുവിനെ ദർശിക്കുവാൻ പാകത്തിന്, കർത്താവിനെ ദർശിക്കുവാൻ പാകത്തിന് ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ ദൈവം നമ്മുടെ കരം പിടിക്കുന്ന വലിയ ഒരു അഭിഷേകത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ആ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അടുത്ത വരികളോട് ചേർന്ന് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ആരാധിക്കാം. ജോസഫ് മാനിക്കപ്പെട്ടതുപോലെ ഉയർച്ച വരുന്നുണ്ട്. ജോസഫ് മാനിക്കപ്പെട്ടതുപോലെ ഉയർച്ച വരുന്നുണ്ട്. വരുന്നുണ്ട് എല്ലാവരും ചേർന്ന് പാടട്ടെ. എൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. ഈശോയെ നോക്കിക്കൊണ്ടു പാടിക്കേ. വരുന്നുണ്ട് വരുന്നുണ്ട് എൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. ഹല്ലേലൂയ പാടി ഈശോയെ സ്തുതിച്ച് ആരാധിച്ച്. ഹല്ലേലൂയ
ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ചേർന്ന് പാടട്ടെ എല്ലാവരും. ആ, ഹല്ലേലൂയ, ഹൃദയത്തിൽ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, അധരങ്ങളിൽ യേശു സ്തുതിഗീതമുയരട്ടെ. ജീവിക്കുന്നു. ഇന്നും ജീവിക്കുന്നവനായ ഈശോ, ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ഈശോ, എന്റെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ സങ്കടങ്ങളിൽ എന്റെ കൂടെ നിൽക്കുന്നവൻ. ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്ന വലിയൊരു അഭിഷേക വചനം 116 സങ്കീർത്തനം 4-8 തിരുവചനം. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്ന്, പാദങ്ങളെ ഇടർച്ചയിൽ നിന്ന് മോചിപ്പിച്ചു. യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ രോഗങ്ങളിൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന, കൈപിടിച്ചു നയിക്കുന്ന ദൈവീക സാന്നിധ്യം അനുഭവിക്കാം. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്ന്, പാദങ്ങളെ ഇടർച്ചയിൽ നിന്ന് മോചിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ സഹനങ്ങളിൽ ഞങ്ങൾ ഒറ്റപ്പെടുമ്പോൾ തോളിലെടുത്ത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹനങ്ങളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ സഹനങ്ങളെ രക്ഷാകരമാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം ശാന്തമായി കരങ്ങൾ കുപ്പിപ്പിടിച്ച് നമ്മെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യേശോയെ ഒന്ന് നോക്കാം. നമ്മുടെ സഹനങ്ങളെ, രോഗങ്ങളെ, അസ്വസ്ഥതകളെ, എല്ലാ ഭാരങ്ങളെയും ആ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് വിട്ടുകൊടുത്ത് ഒരു നിമിഷം ദിവ്യകാരുണ്യേശോയെ നോക്കി ശാന്തമായി ഒന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും ഭക്തിയോടെ തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. കരങ്ങളൊന്ന് മടിയിൽ തുറന്നു വയ്ക്കാം. കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെ, എൻ്റെ സങ്കടങ്ങളെ, ഒത്തിരി രോഗപീഠകൾ, വലിയ സഹനങ്ങളുണ്ട് കർത്താവേ. ഒത്തിരി പാടുപീഠകളാൽ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യരെയും നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ ആരാധനയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുമ്പോൾ വലിയ സഹനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. കർത്താവേ, നിൻ്റെ സൗഖ്യത്തിൻ്റെ ഒരു കരസ്പർശം, നിൻ്റെ ഒരു നോട്ടം മതി, നിൻ്റെ ഒരു വാക്ക് മതി. നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഞങ്ങളുടെ ജീവിതം സുഖമുള്ളതാകും, സൗഖ്യമുള്ളതാകും. നിൻ്റെ സന്നിധിയിലേക്ക് കുഷ്ഠരോഗി കടന്നു വന്നു, ഇങ്ങനെ പറഞ്ഞില്ലേ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഈശോയെ, ഞങ്ങളുടെ സഹനങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. മനസ്സാകുമോ നാഥ ഒന്ന് സുഖമാക്കുവാൻ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങളിൽ ആശ്വാസത്തിൻ്റെ കരസ്പർശമായിട്ട് നീ കൂടെ ഉണ്ടാകണമേ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന ആരോഗ്യ പ്രാർത്ഥിച്ചതുപോലെ മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ ആത്മാവും ശരീരവും മനസ്സുമെല്ലാം
പൂർണ്ണമായ സൗഖ്യം നേടും. പ്രാർത്ഥനയോടെ വരികളോടൊന്നു ചേരാം, പാടി പ്രാർത്ഥിക്കാം. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ. ചേർന്നൊന്ന് പാടാം ഒരിക്കൽ കൂടി. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ. കണ്ണുകൾ തുറന്ന് മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന പൊന്നു തമ്പുരാനെ ഒന്ന് നോക്കിക്കേ. നിനക്കായി ജീവിതവും നൽകിയവൻ, നിനക്കായി ജീവനും ജീവിതവും നൽകി നിന്നെ സ്നേഹിച്ച ഈശോ. വെളിപാടിൻ്റെ പുസ്തകം 19 അധ്യായത്തിൻ്റെ 13 തിരുവചനത്തിലൂടെ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. ഈശോ തൻ്റെ സഹനങ്ങളിലൂടെയാ, കാൽവരിയിലെ കുരിശുമരണത്തിലൂടെയാ എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകിയത്. അത്രത്തോളം എന്നെ സ്നേഹിച്ച ഈശോയെ, എൻ്റെ സഹനങ്ങളെ ഒരുപക്ഷേ ഈ അൽത്താരയുടെ മുൻപിൽ, ദിവികാരുണ്യനാഥൻ്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ നിരവധിയായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാകാം, നിന്റെ അധ്വാനങ്ങൾ ഫലം ചൂടാത്തതിന് നൊമ്പരം പേറുന്ന ഒരു വ്യക്തിയാകാം. ഒത്തിരി സഹനങ്ങളുണ്ട് നിന്റെ ജീവിതത്തിൽ. അതെല്ലാം ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് കൊടുത്തേ, ആ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചേർത്ത് വെച്ച് നിന്റെ സഹനങ്ങളെ, നിന്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങളെ പ്രിയമുള്ളവരെ ഓർക്കണം. ഇതാ 40 നാള് ജലപ്രളയം, നോഹ പെട്ടകമുണ്ടാക്കി, പെട്ടകത്തിൽ എല്ലാ വിഭാഗത്തിലുമുള്ള ജന്തുക്കളെയും കയറ്റി ആ 40 ദിനങ്ങളെ അതിജീവിച്ചപ്പോൾ ഇതാ ഒരു മഴവില്ല് ദർശിക്കുന്നുണ്ട്, പ്രത്യാശയുടെ മഴവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്നെ തോളിലെടുത്തെന്നതുപോലെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആ ദൈവം നിന്നെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന നല്ല ഇടയൻ്റെ മനോഹരമായ ചിന്തകൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ നാം കേൾക്കുകയുണ്ടായി. വൈകല്യമുള്ള കുഞ്ഞാടിനെ തോളിലെടുത്ത് സ്നേഹിക്കുന്ന ആ നല്ല ഇടയൻ ഇതാ ഈ അൽത്താരയിൽ നിന്ന് നിന്റെ കണ്ണുകളിലേക്ക് നോക്കി, നിന്റെ ജീവിതത്തിലേക്ക് നോക്കി പറയുകയാ, നിന്റെ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ നീ കടന്നു പോകുമ്പോൾ പ്രിയമകനെ, പ്രിയമകളെ, നിന്നെ തോളിലെടുത്ത് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നീ കടന്നു പോകുന്ന സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുവാൻ കരുത്തുള്ള ഒരു ദൈവമാണ് നിന്റെ ദൈവം. നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ കണ്ണുനീരിൽ മാറി നിന്ന് സന്തോഷിക്കുന്നവനല്ല, മറിച്ച് നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാ നിന്റെ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത ജീവിതത്തെ, നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സഹനങ്ങളെ, ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ വിട്ടുകൊടുത്തോ. നിനക്ക് താങ്ങാനാവുന്നതിൽ കൂടുതൽ ഭാരം നിന്റെ ദൈവം നിന്റെ ചുമലിൽ വച്ചു തരില്ല, ഉറപ്പാ. എല്ലാം സമർപ്പിച്ച്
നീ ഒന്ന് ചേർന്ന് പാടിക്കേ. മനസ്സാകുമോ നാഥ എൻ്റെ ജീവിതത്തിലൊന്ന് ഇടപെടുവാൻ, എന്നെ ഒന്ന് സുഖമാക്കുവാൻ, എന്നെ ഒന്ന് കൈപിടിച്ച് നടത്തുവാൻ നീ വരണമേ. ആഗ്രഹത്തോടെ ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയൊന്ന് വിളിച്ചൊന്ന് പാടിക്കേ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ. ആ പാദചൂടഞ്ഞ സുഖമാകും. കണ്ണുനീരോടെ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ പ്രിയമക്കളെ. നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാ, നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല. കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാ ഈശോ തൻ്റെ ജീവിതവും ജീവനും നൽകി സ്നേഹം ബലിയാക്കി തീർത്തത്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, ഉറപ്പാ. ആ പ്രത്യാശയോടെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആ തമ്പുരാനിൽ നീ ആശ്രയം വയ്ക്കുമ്പോൾ, ഇതാ ആ ദൈവത്തിൽ നീ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിന്റെ കൈപിടിച്ച് നിന്നെ നയിക്കും. ഇതാ നീ പോകുന്ന നിന്റെ ജീവിത വഴികളിലെല്ലാം നിനക്ക് വിജയം നൽകുവാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും. ഫിലിപ്പി ലേഖനം 4:13 തിരുവചനം, എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എല്ലാം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആർക്കും ഒരിക്കലും എന്നെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ജോഷുവയുടെ പുസ്തകം 1:5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ തമ്പുരാനിത ഓർമ്മപ്പെടുത്തുകയാ, നിന്റെ ജീവിതത്തിൽ ആർക്കും ഒരിക്കലും നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ശക്തനായിരിക്കുക, ധീരനായിരിക്കുക. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെയുണ്ട്. അതല്ലേ തമ്പുരാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, കരുത്തുള്ളവരാകും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, പരിശുദ്ധ അമ്മ നോക്കിയേ, ദൈവഹിതത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ നിറവനായി ജീവിതത്തെ അങ്ങ് വിട്ടുകൊടുത്തപ്പോൾ എത്ര വലിയ അഭിഷേകമായി തീർന്ന ജീവിതം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ, പിന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അവിടെയാണ് വലിയ ഫലങ്ങളാൽ നമ്മുടെ ജീവിതം നിറയപ്പെടുന്നത്. ഗലാത്യ 5:22-23 സ്നേഹവും സമാധാനവും ആനന്ദവും എല്ലാം നൽകി, ക്ഷമയും ദയയും കരുണയും വിശ്വസ്തതയും വിശുദ്ധിയും സൗമ്യതയും ആത്മസംയമം എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ, ദാനങ്ങളാൽ, വരങ്ങളാൽ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ നിറയപ്പെടും. ആ തമ്പുരാൻ്റെ ആത്മാവിൻ്റെ നിറവ് നമുക്ക് ഏവർക്കും ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് നെട്ടിപ്പിടിച്ച് നമുക്കറിയാവുന്ന വരികൾ, നമ്മൾ എന്നും പാടി പ്രാർത്ഥിക്കുന്ന വരികൾ, തന്നാലും നാഥ ആത്മാവിനെ അകതാരിൽ ഉണർവിൻ്റെ ചൈതന്യം ഒഴുക്കി ഞങ്ങളെ അഭിഷേകം ചെയ്യുവാൻ എല്ലാവരും ഈ വരികളോട് ചേർന്ന് പാടട്ടെ. തന്നാലും നാഥ ആത്മാവിനെ, തന്നാലും നാഥ ആത്മാവിനെ, ആശ്വാസദായകനെ. തന്നാലും നാഥ നിൻ ജീവനെ, നിത്യ സഹായകനെ. ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. തന്നാലും നാഥ ആത്മാവിനെ, ആശ്വാസദായകനെ. തന്നാലും നാഥ നിൻ ജീവനെ, തന്നാലും നാഥ നിൻ ജീവനെ, നിത്യ സഹായകനെ. ഇരുകരങ്ങളും എന്ന ഹൃദയത്തോട് ചേർത്ത് ദിവികാരുണ്യ ഈശോയെ നോക്കുമ്പോൾ വിമല സങ്കേതം
വലിയ ദൈവാനുഗ്രഹത്തോടെ ശുശ്രൂഷ മുന്നേറുമ്പോൾ 14-ാം ദിനത്തിൻ്റെ പ്രാർത്ഥന നിയോഗം നമ്മുടെ സഹനങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ സഹനങ്ങളെ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവമേ നീ രൂപാന്തരപ്പെടുത്തണമേ. ആ സഹനങ്ങളെ സ്വീകരിക്കുവാനും അവ ദൈവമഹത്വത്തിനുള്ള വലിയ മാർഗമാണെന്നുള്ള തിരിച്ചറിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മറ്റ് പ്രാർത്ഥന നിയോഗങ്ങൾ, ഈ ശുശ്രൂഷയിലേക്ക് അയച്ചു തന്നിരിക്കുന്ന ഒത്തിരി നിയോഗങ്ങളെ, ദലദാന നിയോഗങ്ങൾ ചിലന്ന് വായിക്കുകയാണ്. വിവാഹ തടസ്സം നേരിടുന്ന ഒരു സഹോദരൻ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ആ സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഭവനത്തിൻ്റെ പണി അതാരംഭിച്ചിട്ട് അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ആ സഹോദരനെ, ആ കുടുംബത്തെ പ്രത്യേകമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠനങ്ങൾക്ക് ശേഷവും ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കാത്തതിൻ്റെ സങ്കടം പേറുന്ന ഒരു പ്രാർത്ഥന നിയോഗമുണ്ട്, സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻട്രൻസ് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് തുടർ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീറ്റ് എക്സാമിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്, സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇതാ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നിരവധിയായ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും വിശ്വാസ ജീവിതത്തിൽ വളരുന്നതിന് വേണ്ടി, പഠനത്തോടൊപ്പം വിശ്വാസ ജീവിതത്തിൽ പ്ലീസ് പ്രേ ഫോർ അവർ ചിൽഡ്രൻ ഫോർ ഹാവിങ് ഗുഡ് ഫെയ്ത്ത് ഇൻ ഗാഡ്. ദൈവത്തിൽ വലിയൊരു ആഴമായ വിശ്വാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുവാനായിട്ട് ഷടസനത്തിലേക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള നിയോഗങ്ങൾ ഇതെല്ലാം ചേർത്ത് വയ്ക്കുകയാണ് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും അഭിഷേകവും ദിവ്യകാരുണ്യ ആരാധനയുടെ ഈ അവസാന നിമിഷങ്ങളിൽ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട് ആഗ്രഹിച്ച് ഞങ്ങളുടെ സഹനങ്ങളെ നിൻ്റെ കുരിശനോട് ചേർത്ത് സഹിക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതങ്ങളെ രക്ഷയിലേക്ക് നയിക്കുമെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യേശോയുടെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും മുട്ടിന്മേലായിരുന്നു കൊണ്ട് അവിടുത്തെ കൃപ തുളുമ്പുന്ന ആശീർവാദം ഒന്ന് ചേർന്ന് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 「 ഉണ്ടായിരിക്കട്ടെ.
ഇന്നത്തെ പ്രവൃത്തി. സാധിക്കുന്ന ഒരു പരോപകാര പ്രവൃത്തി ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടു കൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.